വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്ന്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. എൽദോ പോൾ പുതുശ്ശേരി അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ഉള്ളത്. കന്നിക്കിരീടം തേടി ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ്, കന്നിക്കിരീട പ്രതീക്ഷയിൽ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ന് ഇറങ്ങുന്നത്. എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, അതായത് 2 തവണ കയ്യെത്തും ദൂരത്ത് നഷ്ടമായതാണ്. ഇത്തവണ നമ്മൾ വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്, വലിയ ആത്മവിശ്വാസത്തിലാണ്, അത്രത്തോളം മികച്ച ഫോമിലാണ് നമ്മുടെ ടീം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഒരു പുതിയ ചാമ്പ്യന്മാർ വരാൻ പോകുന്നു. അത് ഇന്ത്യ ആവട്ടെ ദക്ഷിണാഫ്രിക്ക ആവട്ടെ, ലോക ക്രിക്കറ്റിൽ, വനിതാ ലോക ക്രിക്കറ്റിൽ അതൊരു പുതിയ ചാമ്പ്യന്റെ പിറവിയായിരിക്കും. അത് സമഗ്രമായിട്ടുള്ള മാറ്റത്തിനും വഴിവെക്കും എന്നുള്ളതാണ് ഈ ഫൈനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തുടക്കം അത്ര ഭദ്രമായിരുന്നില്ല ഈ ലോകകപ്പിൽ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ആണെങ്കിൽ പോലും വളരെ മങ്ങിയാണ് ഇന്ത്യ കയറിയത്. പക്ഷേ പിന്നീട് ഏറ്റവും ഒടുവിലായപ്പോൾ ഇന്ത്യ തെളിഞ്ഞു കത്തുന്നത് കണ്ടു. സെമി ഫൈനലായപ്പോഴേക്കും സെമി ഫൈനലിൽ ഓസ്ട്രേലിയ എന്ന ഇതിഹാസ ടീമാണ്, പ്രത്യേകിച്ചും പറയണം. അത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിട്ടപ്പോൾ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക അത് പ്രയാസമുള്ള കാര്യമായിരുന്നു. അത് അസാധ്യമെന്ന് വിശ്വസിച്ചവരാണ് കൂടുതലും. പക്ഷേ ആ അസാധ്യങ്ങളെ സാധ്യമാക്കിയാണ് ഈ ഇന്ത്യൻ വനിതാ സംഘം ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയത്. ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ ഇന്ത്യയെ പ്രധാനമായും അനുകൂലമാക്കുന്ന ഘടകം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസമാണ്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. അത് ബാറ്റർമാരുടെ കരുത്ത്. ബോളിംഗിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഫീൽഡിംഗിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമായി കരുതുന്നുണ്ട് ടീം മാനേജ്മെന്റ്. അപ്പോൾ ബാറ്റർമാരുടെ മികവ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ്ട് 8ാം നമ്പർ വരെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയം. ആ ബാറ്റിങ്ങിന്റെ ആഴം അത് പരമാവധി മുതലാക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ലോകകപ്പിന്റെ ഫൈനലെത്തുമ്പോൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. DY പാട്ടീൽ സ്റ്റേഡിയം എന്നാൽ അവിടെ ബാറ്റിങ്ങിന് അനുകൂലമാണ്. മാത്രമല്ല സാധാരണ മത്സരവേദിയേക്കാൾ ബൗണ്ടറി ലൈൻ കുറവുമാണ്. അപ്പോൾ റൺ ഒഴുകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ പ്രധാനമായും കണക്കാക്കേണ്ടത്. ബാറ്റിങ്ങിന് അത്ര പ്രയാസകരമായിട്ടുള്ള പിച്ചല്ല, അതുകൊണ്ട് തന്നെ ടോസ് അത്ര പ്രധാനമാണ് എന്നും കരുതുന്നില്ല. പക്ഷേ ഫൈനലാണ്. ഫൈനലിൽ പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ ഒക്കെയാണ് പ്രധാനമായും മത്സരത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം എന്ത് തീരുമാനിക്കുമെന്നുള്ളത് കാത്തിരിക്കാം. ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം, ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തകർത്താണ് ഫൈനൽ വരെ എത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. മാത്രമല്ല ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്, ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആ വേദിയിലെ കാണികളുടെ ആരവമായിരിക്കും. ഏതാണ്ട് 30,000-ന് മുകളിൽ കാണികളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ടീം. അതായത് ഇന്ത്യക്ക് വേണ്ടി ആർപ്പുവിളിക്കുന്ന ആ ആരാധകരെ കൂടി നേരിടണം ഈ ദക്ഷിണാഫ്രിക്കൻ ടീമിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പുതിയൊരു ചാമ്പ്യൻ പിറക്കാൻ പോവുകയാണ് ഇന്ന് നവി മുംബൈയിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. അത് ഹർമൻപ്രീത് കൗറിലൂടെ ഇന്ത്യ ആ കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കാം. സ്മൃതി മന്ദാന മികച്ച ഫോമിലാണ്. ക്രാന്തി ഗൗഡ് ഇന്ത്യയുടെ നല്ലൊരു പ്രതീക്ഷയാണ്. മാത്രമല്ല സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ജെമീമ റോഡ്രിഗസിനെ എങ്ങനെ പറയാതെ പോകും. ജെമീമ റോഡ്രിഗസിൻ്റെ ആ അന്നത്തെ ഒരു ആത്മവിശ്വാസവും പോരാട്ട വീര്യവും അത് ലോക ക്രിക്കറ്റിൽ, അത് പുരുഷ ക്രിക്കറ്റ് എന്നോ വനിതാ ക്രിക്കറ്റ് എന്നോ വ്യത്യാസമില്ലാതെ തന്നെ വാഴ്ത്തപ്പെടുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആണ് സെമി ഫൈനലിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതുപോലൊരു പ്രകടനം ഇന്നും നമുക്ക് ആരാധകരെങ്കിലും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബാറ്റർമാരുടെ കരുത്തിലൊപ്പം ബോളർമാരും കൂടി ഫോമിലേക്ക് എത്തിയാൽ എന്താണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്? അത് ലോക കിരീടം തന്നെയാണ്. ഒരുപക്ഷെ രാധാ യാദവിനെ ഒരുപക്ഷെ മാറ്റി മറ്റൊരു ബോളറെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ടീം 11-ൽ കാര്യമായിട്ടുള്ള മാറ്റം ഇന്ത്യ വരുത്താൻ സാധ്യതയില്ല. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ആ സംഘത്തെ നിലനിർത്തി ആത്മവിശ്വാസത്തോടെ തന്നെ തുടരാനായിരിക്കും ഇന്ത്യ ഇന്ന് പ്രതീക്ഷിക്കുന്നതും. ആ ഒരു പ്രതീക്ഷയുടെ തേരിലേറിയാണ് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോകുന്നത്. ആര്യ, യെസ്, തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസ് എന്ന റെക്കോർഡ് കുറിച്ചാണ്
ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് എത്തിയത് എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ള ടീം ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും 2 തവണ കൈവിട്ടുപോയ കപ്പാണ്, അത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ, ആ ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ പെൺപുലികൾ ഇറങ്ങാൻ പോകുന്നത് ഇനിയിപ്പോൾ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ മത്സരം തുടങ്ങാൻ ബാക്കിയുള്ളത്.